ശിരകൾ ഹൃദയത്തിലേക്ക് ഒഴുകുന്ന രക്തം അടങ്ങിയ രക്തക്കുഴലുകളാണ്, അതേസമയം ആർട്ടറികൾ ഹൃദയത്തിൽ നിന്ന് രക്തം ഒഴിക്കുന്നു. നീല നിറം ഓക്സിജൻ ഇല്ലാത്ത രക്തം അടങ്ങിയ രക്തക്കുഴലുകളെ പ്രതിനിധീകരിക്കുന്നു, അതേസമയം ചുവപ്പ് രക്തക്കുഴലുകൾക്ക് ശ്വാസകോശങ്ങളിൽ നിന്നുള്ള ഓക്സിജൻ സമൃദ്ധമായ രക്തമാണ്. ഇപ്പോൾ രക്തം ഹൃദയത്തിലൂടെ പാത പിന്തുടരുന്നു. സൂപ്പീരിയർ വെന കാവ് തല, കഴുത്ത്, മേൽകൈകളിൽ നിന്ന് രക്തം സ്വീകരിക്കുന്നു. ഇൻഫീരിയർ വെനകാവ് ശരീരം, അന്ത്രകം, ചുവടുകളിൽ നിന്ന് രക്തം സ്വീകരിക്കുന്നു. ഉഭയമുന്നും പിന്നും വെനകാവകൾ വലതു അട്രിയത്തിലേക്ക് എത്തുന്നു. ഹൃദയത്തിന്റെ 4 അപ്രദേശങ്ങളിലൊന്നാണ് അത്. ഹൃദയത്തിൽ 4 അപ്രദേശങ്ങളെ മാത്രമല്ല, അതുപോലെ 4 വാൽവുകളും ഉണ്ട്. വാൽവുകൾ രക്തം ശരിയായ ദിശയിൽ ഒഴിക്കാൻ, പിൻകുടി തടയാൻ ഉദ്ദേശിക്കുന്നു. രക്തം വലതു അട്രിയം ട്രൈകസ്പിഡ് വാൽവ് മുഖേന പുറപ്പെടുന്നു. 3 തട്ടികളുണ്ടായതിനാൽ ഈ പേര് ലഭിച്ചു. രക്തം വലതു വെൻട്രിക്കിലേക്ക് പ്രവേശിക്കുന്നു. രക്തം വലതു വെൻട്രിക്കിൽ നിന്ന് പൾമണറി വാൽവിലൂടെ ആർട്ടറിയിലേക്ക് പുറപ്പെടുന്നു. ഹൃദയത്തിൽ നിന്ന് രക്തം ഒഴുകുന്നതിനാൽ ഇത് ആർട്ടറിയാണ്. ഓക്സിജൻ ക്ഷോധം മൂലം രക്തം നീലമാണ്. പൾമണറി ആർട്ടറി ഇടതും വലതും വിഭജിച്ച് ശ്വാസകോശങ്ങളിലേക്ക് പോകുന്നു. ശ്വാസകോശങ്ങളിൽ വാതകപരിവർത്തനം ഫലപ്രദമായി നടത്തുന്നു. രക്തം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്താക്കി ഓക്സിജൻ സ്വീകരിക്കുന്നു. രക്തം ശ്വാസകോശങ്ങളിൽ നിന്ന് പൾമണറി വെനകളിലൂടെ ഇടതു അട്രിയത്തിലേക്ക് എത്തുന്നു. രക്തം മൈട്രൽ വാൽവിലൂടെ ഇടതു വെൻട്രിക്കിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. അവസാനമായി ഓക്സിജനെ ലഭിച്ച രക്തം ആർക്കറ്റിക് സെമിലൂണാർ വാൽവിലൂടെ ഇടതു വെൻട്രിക്ക് വിട്ട് ആർക്കറ്റിക് ആർച്ച് പ്രവേശിക്കുന്നു. ഏറ്റവും വലിയ ധമനി ആർത്ത, ശരീരത്തിലെ ബാക്കി ഭാഗങ്ങളിലേക്കും ഓക്സിജൻ ലഭിച്ച രക്തം വിതരണം ചെയ്യുന്നു. ആർക്കറ്റിക് ആർച്ചിന് തല, കൈകളിലേക്കും രക്തം പകരുന്ന 3 ശാഖകൾ ഉണ്ട്. പിന്നീട് ആർത്ത് ഹൃദയത്തിന് പിൻഭാഗത്ത് താഴേക്ക് വളഞ്ഞു. താഴേക്കു കിടക്കുന്ന ആർത്ത നെഞ്ചിലൂടെ താഴേക്ക് വീതിയെടുക്കുകയും വേരിലൂടെ തുടരും. വേരിൽ താഴേക്കു കിടക്കുന്ന ആർത്ത പീൽവസും കാലുകളെയും രക്തം വിതരണം ചെയ്യാൻ വിഭജിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ ഉണ്ടാക്കാൻ സഹായിക്കും. താൽപര്യ വിഷയങ്ങൾ കുറിച്ച് കമന്റ് ചെയ്യൂ. പാട്രിയോൺ വഴി പിന്തുണ ചെയ്താൽ സന്തോഷം.